KBസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളെ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും തമിഴ്നാട് സ്റ്റൈല് ബിരിയാണിയാണ്. ആദ്യം നമ്മൾ വലിയൊരു ചെമ്പൊക്കെ വെച്ചു. അതിലേക്ക് നമ്മൾ നല്ല വലിയ ഉള്ളി ഉണ്ടല്ലോ, സവാള അരിഞ്ഞത്, എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടു. എന്നിട്ട് ഇനി നമ്മൾ നന്നായിട്ട് വഴറ്റണേ. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരയ്ക്കും നമ്മൾ വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ പുതിനയും മല്ലിച്ചപ്പും പുതിനയും കൂടി അങ്ങ് ഇട്ടു. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല അരോമേട്ടാ, ഭയങ്കര സ്മെല്ലാണ്. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുകയാണ്. പച്ചമുളക് നമ്മൾ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കില്ല. നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. മനസ്സിലായോ? പിന്നെ ഇതിലേക്ക് ഇപ്പം നമ്മൾ ഇട്ടത് എന്താണെന്നറിയോ? ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും അരച്ച പേസ്റ്റ്. ഇത് അരയ്ക്കാൻ നേരത്ത് നമ്മൾ അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മളങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. പക്ഷേ നമ്മളെന്തിനാ ഇതിപ്പോൾ ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു പിക്നിക്കിന് പോയപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് അരയ്ക്കാനോ അല്ലെങ്കിൽ ചിക്കൻ കഴുകാനുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ഈ ചിക്കൻ കഴുകാൻ നേരത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാനൊക്കെ അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അതിന് പകരം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ചെയ്തതാണ്. ഇപ്പം നമ്മളെന്താട്ടെന്നറിയോ? കാശ്മീരി ചില്ലി. അതെന്തിനാ? കളറ് കിട്ടാൻ. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കണ്ടിട്ടില്ലേ? ഒരു ലൈറ്റ് ചുമന്ന കളറിലൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മളിതിലേക്ക് നല്ല കട്ടി തൈര് അങ്ങോട്ട് ഇടുകയാണ്. ഈ തൈര് എന്തിനിടണേ? നമുക്ക് ആ മസാലയുടെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ്. പിന്നെ ഒരു പുളിപ്പ്, സാധാരണ ബിരിയാണിക്ക് ഒരു ചെറിയ പുളിപ്പ് ഉണ്ടാവുമല്ലോ, ആ പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈരിടണത്. പിന്നെ ഈ ചോറിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിനും അതിൽ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. ചിക്കനിലൊക്കെ മസാല നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി തക്കാളി മസ്റ്റാണ്. തക്കാളി ആ ബിരിയാണിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്, ആ പുളിപ്പിനും സോഫ്റ്റ്നെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് തക്കാളി. ഇപ്പോൾ തക്കാളി ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി അങ്ങ് ഉടഞ്ഞ് ആ മസാലയുടെ കൂടെ ഇഴുകി ചേരണം. അതുവരെ നമ്മളതിനെ വഴറ്റും. ഇത് നമ്മൾ അടച്ചൊക്കെ വെച്ചിട്ടോ വഴറ്റിയെടുക്കുക. എന്താ വെച്ചാൽ അടച്ച് വയ്ക്കുമ്പോഴേ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അങ്ങനെ ഇപ്പോൾ തക്കാളി ഉടഞ്ഞ് കിട്ടി. നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എന്താ ചെയ്യാൻ പോണേ? അടുത്തത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഒരു 3-4 വട്ടം നമ്മൾ കഴുകി വെച്ചിട്ടുള്ളതാണ് ഈ ചിക്കൻ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ നേരത്തെ ബിരിയാണിക്കാന്നും പറഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി വലിയ പീസുകളായിട്ട് വരും. അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ടു, നന്നായിട്ട് ഇളക്കി. പിന്നെ നമ്മൾ കല്ലുപ്പ് എടുത്തിട്ടു. ഈ കല്ലുപ്പിന് സാധാ പൊടിയുപ്പിനേക്കാൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. ഈ ബിരിയാണിയിൽ എപ്പോഴും ഉപ്പിടുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം എന്താണെന്നറിയോ? ഇച്ചിരി കൂടി നിൽക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് ഇടാൻ നേരത്ത് റൈസ് ഇടുമ്പോൾ ആ റൈസ് വെന്ത് വരുമ്പോൾ ഈ ഉപ്പ് റൈസിലേക്ക് കയറി ആ ഓവറോൾ ബിരിയാണിയിൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് വളരെ ബാലൻസിങ് ആയി കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സ്റ്റേജിൽ ഉപ്പിടുമ്പോൾ ഒന്ന് കൂട്ടിയിടണം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കണം. അത് തിളയ്ക്കാൻ വിടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഇല, ഏലക്ക, പട്ട, കരയാമ്പൂ, ഇത് പിന്നെ പെരുംജീരകം, ഇതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വിടുക.
നമ്മൾ മറ്റ് ബിരിയാണികൾ ഉണ്ടാക്കുന്ന പോലെയല്ല. മറ്റാളുകൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ട് ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം എന്തൊക്കെയാണ് ഇടുക. പക്ഷെ നമ്മളത് ആ സ്റ്റേജിൽ ഇടുന്നില്ല. നമ്മൾ ഈ സ്റ്റേജിലാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് എൻഹാൻസ് ആവും. ഓക്കെ, എന്ന് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മളിപ്പോൾ അരി ഇട്ടത്. ഇനി ആ അരി ഒരു 3/4 വേവ് ആവുന്നതാണ് കണക്ക്. അപ്പോഴേക്ക് ഈ അരി 3/4 വേവ് ആകുമ്പോഴേക്ക് വെള്ളവും അരിയും കൂടി ഒരേ ലെവലിലേക്ക് എത്തും. വെള്ളമൊക്കെ ഒരു 80-85% വെള്ളം വറ്റിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഇത് ആ ഒരു 85% വെന്ത് കഴിയുമ്പോൾ, ഒരു 3/4 വേവിൽ കൂടുതലായി കഴിയുമ്പോൾ ആണ് നമ്മൾ ദമ്മിടുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്തേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിലേക്ക് ഇച്ചിരി പുളിപ്പ് കുറവാണെങ്കിൽ ലെമണും കൂടി ഇടണേ. ഓക്കെ, ഇപ്പം നമ്മൾ അത് 85% വെന്തപ്പം നമ്മളത് ദമ്മിട്ടു. ഒരു 30 മിനിറ്റോളം ദമ്മിട്ടു. എന്നിട്ടൊരു 10 മിനിറ്റും കൂടി അത് ആറാൻ വിടണേ. പക്ഷെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമയം ലേറ്റ് ആയതുകൊണ്ട് പിക്നിക്കിന് പോയതല്ല, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സമയം ലേറ്റ് ആയപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ച് ഉടനെ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദമ്മ് പൊട്ടിച്ച് ഉടനെ നമ്മളത് ഇളക്കി കഴിക്കാനെടുത്തു. കാരണം വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടേ. പക്ഷെ ബിരിയാണി കിടുക്കാച്ചി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു അത്യുഗ്രൻ ടേസ്റ്റിൽ കഴിച്ചവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ബിരിയാണി. അങ്ങനെ ഒരു അടിപൊളി തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി നമ്മളങ്ങോട്ട് ഉണ്ടാക്കിയെന്ന്. എന്തായാലും ഈ റെസിപ്പി ഇപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. വീട്ടിലൊന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വരട്ടെ, ഷെഫ് KBSൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ.